പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഉള്ളത് അള്ളാഹ് ഇവിടെ നിൽക്കരുത്, കാരണം ഇവിടെ ഇതാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണം. നമ്മളിപ്പോൾ ഉള്ളത് പരിശുദ്ധമായ റൗള ഷരീഫിൻ്റെ മുമ്പിലാണുള്ളത്. ഡമ്മി ഓഫ് റൗള ഷരീഫ് എന്ന് പറഞ്ഞാൽ റൗള ഷരീഫിൻ്റെ രൂപമാണ് ഈ കാണുന്നത്. എല്ലാവരും കയറില്ലേ? ഈ രൂപം തന്നെയല്ലേ അവിടെ കണ്ടത്? മാറ്റം കണ്ടോ? ഇല്ല. എന്നാൽ ഒന്ന് വിട്ടിക്കുന്നാലും പറഞ്ഞെടുക്കും മനസ്സിലാവുള്ളൂ, എല്ലാ കൺഫ്യൂഷനെ പോവും. പരിശുദ്ധമായ റൗള ഷരീഫിനെ ചെറിയ രൂപത്തിൽ ഒന്ന് പരിചയപ്പെടാം. റൗള ഷരീഫിൻ്റെ തുടക്കം വരുന്നത് ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്. അതാണ് ഈ ചുമര്. ഞാൻ പറഞ്ഞിരുന്നു റൗളയിൽ കയറിയാൽ ഇടതുവശത്തെ പ്രാധാന്യം കൊടുക്കണം പറഞ്ഞില്ലെന്നോ? ഈ ചുമരിൻ്റെ ഇപ്പുറത്തേക്കാണ് ആ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്, അതായത് ആയിഷ ഉമ്മയുടെ വീട്. അവിടെ നിന്നായിരുന്നു മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ കാലം താമസിച്ചിരുന്നെല്ലാം. ഇവിടുന്ന് ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ജമാഅത്തിനും വരുന്നൊരു വഴിയാണ് ഇത് റൗള ഷരീഫ്. ആരംഭപ്പൂവായ തങ്ങൾ ഇമാമ് നിന്നിരുന്ന സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം. മനസ്സിലായല്ലേ? അവിടെ പ്രത്യേകിച്ച് ചില്ലാക്കിച്ചില്ലേ? അപ്പോൾ തങ്ങൾ ഇമാമ് നിന്ന സ്ഥലം, തങ്ങൾ ഖുത്ബ ഓതിയ സ്ഥലമാണ് ഈ സ്ഥലം. ഇതല്ല ആ സ്ഥലം. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ മിമ്പർ തങ്ങളായ ഒരു ഉയരത്തിലേക്കുള്ളതായിരുന്നു. പിൻകാലത്ത് എന്തായി? രണ്ടാം ഖലീഫ ആരായിരുന്നു? ഒന്നാം ഖലീഫ ആരംഭ പോയങ്ങളല്ലേ? അല്ല, അറിയൂലേ? ഇടയ്ക്കിടയ്ക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പല്ലേ? തങ്ങളുപ്പാപ്പാൻ്റെ കാലം വന്നപ്പോൾ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് ഖുത്ബ ഓതിയ ആ ഒരു മിമ്പറ അതിമ്മ നമ്മൾ ഇരിക്കുന്നതല്ല, ശരിയല്ല എന്നുള്ള അവരെന്തായി ആ മിമ്പറെ കുറച്ചാൽ പൊന്തിച്ച്. ഇതിങ്ങനെ ഉയരം കൂടാനുള്ള കാരണം അങ്ങനെ കണ്ടു ഉയർത്തി മിമ്പറ എന്തുകൊണ്ടെന്നുള്ള പറയുന്നത് കുറച്ച് പൊന്തിച്ച്. അപ്പം എന്താ എന്നിട്ട് താഴ്ഭാഗത്ത് വരുന്നത് ഇപ്പോൾ ഇതാണ് സ്റ്റെപ്പ് സങ്കല്പിക്കുക. അപ്പോൾ ഇതിനെ പൊന്തിച്ച് എന്നിട്ട് ഇവിടെ രണ്ട് സ്റ്റെപ്പ് ഉണ്ടാക്കി. അപ്പോൾ അതാ ആ ബഹുമാനത്തിൽ തന്നെ നിന്ന് അങ്ങനെ എന്തായി അവർ താഴ്ത്തുനിന്ന് ഇതേപോലെ ഖുത്ബ ഓതി. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഭരണാധികാരി മാറും തോറും എന്തായി ഒന്നോ രണ്ടോ തവണ ഇതേപോലെ എന്തായി അബൂബക്കർ സിദ്ദീഖ് തങ്ങളിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശരിയല്ല, അവരും പൊന്തിച്ച്. അങ്ങനെയാണ് അതിന് കറക്റ്റ് കണക്കെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഇത് ഇത്ര ഉയരം വരാനുള്ള കാരണം ഈ മിമ്പറാട്ടാ. നമ്മുടെ നാട്ടിലൊന്നും പള്ളിയിൽ ഇത്ര ഉണ്ടാവില്ല. അപ്പം ഇത് ഇവിടുന്ന് മാ ബൈന ഖബരി എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലായി തങ്ങളെ വീട്. മിമ്പരി എന്ന് പറഞ്ഞാൽ ഇത് റൗളത്തും മിൻ റിയാദിൽ ജന്ന ഷഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇടയിലുള്ള സ്ഥലമാണ് എന്ത് റൗള എന്ന് പറഞ്ഞാൽ. അതായത് ഈ കറക്റ്റ് ടൈൽസ് അല്ല, ഈ കാണുന്ന ചതുര സ്ഥലമുണ്ട് ഈ പ്രോപ്പർട്ടിയിലെ ആ മുഴുവൻ സ്ഥലങ്ങളും റൗളയിൽ പെട്ടതാട്ടാ. പിന്നെ റൗളയിൽ കാണുമ്പോൾ പലരും നേരിണ്ട് ഈ മിമ്പറിൻ്റെ ഇപ്പുറത്ത് നിൽക്കാനും ഇവിടെയൊക്കെ അവിടെ നിന്ന് ഞാൻ റൗള കിട്ടൂല, കയറി വെച്ചാൽ കയറി, കിട്ടി വെച്ചാൽ കിട്ടിയില്ല എന്ന് സംഭവിക്കുന്നുട്ടാ. അപ്പോൾ റൗളയെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? ഈ പരിശുദ്ധമായ ഈ ഒരു സ്ഥലമാണ് നാളെ സ്വർഗത്തിലേക്ക് വരിക എന്നുള്ളത് ഷഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭപ്പൂവായ തങ്ങളാ പറഞ്ഞു ഈ സ്ഥലം നാളെ സ്വർഗത്തിലേക്ക് വരും. ഇവിടെ ആരെങ്കിലും ഒരു നിമിഷം ചെലവഴിച്ചാൽ അവർക്ക് നാളെ സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യം പറയും. അപ്പോൾ ഹസന ഉംറ ഒഴിച്ച് എല്ലാവർക്കും സാക്ഷ്യം പറയില്ലേ? ഇല്ലേ? നട്ടപ്പാതയ്ക്ക് ഉറക്കമൊക്കെ വരുന്നില്ലേ? അതുകൊണ്ട് അങ്ങനെ എല്ലാവരും സ്പെഷ്യൽ സിയാറ ഫുള്ള് ഉറക്കായിരുന്നു ഉസ്താമാർ പറഞ്ഞേ. സ്പെഷ്യൽ സിയാറ ഉസ്താമാർ ചരിത്രം പറഞ്ഞില്ലേ? നമ്മളിവിടെ സിയാറത്ത് കൊണ്ടുപോയത് പ്രധാനപ്പെട്ട മൂന്നാളെ നമ്മൾ ഇന്നലെ കിട്ടി. നല്ല ഉഷാറിലാക്കാൻ മൂന്നാൾ കിട്ടിയിട്ടാ. അതിനിപ്പോൾ ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോവാം. മസ്ജിദുൽ ഖമാമ എന്ന് പറയാം. ഖമാമ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മേഘം എന്ന് പറയും. മസ്ജിദുൽ ഖമാമ എന്ന് പറഞ്ഞാൽ മേഘപ്പള്ളി. എന്താണ് ഇതിന് മേഘപ്പള്ളി എന്ന് പറയാൻ കാരണം വെച്ചാൽ ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തുള്ള കാലത്തൊക്കെ അന്ന് വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമായിരുന്നു. മദീനയിലൊക്കെ വല്ലാതെ ക്ഷാമമുള്ള കാലമുണ്ട്. ഇന്നൊക്കെ വളരെ സുലഭ വെള്ളം. അപ്പോൾ അന്ന് കാലത്ത് വളരെ ക്ഷാമം ഉണ്ടായിരുന്ന കാലത്ത് സ്വഹാബത്തൊക്കെ ആരംഭപ്പൂവിന് പറഞ്ഞു തങ്ങളെ വെള്ളം കിട്ടാനില്ല, അവർക്ക് വുളു എടുക്കണം, കുടിക്കണം, ഭക്ഷണം എല്ലാതും വെള്ളം സമയത്ത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും തങ്ങൾ പലപ്പോഴും ഇരുന്നിരുന്ന സ്ഥലമാണ് ഇവിടെ. മനസ്സിലല്ലേ? അപ്പോൾ തങ്ങളും സ്വഹാബത്തും കൂടെ മഴയ്ക്ക് വേണ്ടി തേടി ദുആ ചെയ്തിരുന്ന ഒരു ഇടമാണ് ഈ സ്ഥലം. തങ്ങൾ ദുആ ചെയ്ത ഉടനെ തന്നെ പരിഹാരം അള്ളാഹു എന്തായി സ്വീകരിച്ചു. നല്ല ശക്തമായ മഴ കൊടുത്തു. ആ ഒരു ചരിത്രത്തിൽ സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് മസ്ജിദുൽ ഖമാമ എന്നുള്ള ഈ സ്ഥലം. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ പെരുന്നാൾ നിസ്കരിച്ച പള്ളിയും ഈ മസ്ജിദുൽ ഖമാമയിൽ വെച്ചുകൊണ്ടാണ്. ഇപ്പോഴല്ലേ മദീനത്തെ പള്ളി ഇങ്ങനെ വലിയ പള്ളി തോന്നുന്നത്? അന്ന് അതും ഇതൊക്കെ എന്താണ് ചെറിയ പള്ളികളാണ്. അപ്പോൾ ഇതിങ്ങനെ ഡെവലപ്പായൊന്നല്ലേ. അതുപോലെ തന്നെയാണ് നജ്ജാഷി രാജാവ് എന്നൊരു രാജാവുണ്ട്. ആ രാജാവിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചതും ആരംഭപ്പൂവായ തങ്ങൾ ഇവിടെ വെച്ചാണ്. അപ്പോൾ എന്താണ് ഈ നജ്ജാഷി രാജാവിന് മയ്യത്ത് നിസ്കരിച്ചത്? ചോദ്യം ഇല്ലേ മുമ്പിൽ? ഇല്ല. നിങ്ങൾക്കെല്ലാം യെസ് നോ എല്ലാം കഴിഞ്ഞ്
ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതായത് നജ്ജാശി രാജാവ് എന്ന രാജാവുണ്ട്. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങളുപ്പാപ്പയും സ്വഹാബത്തും 3 വർഷം പട്ടിണി കിടന്നൊരു മല ഉണ്ടായിരുന്നു. എവിടെയാണ്? മക്കത്തോ അറിയാ മറ്റേ മിഞ്ഞാ റഹലാണ് അവിടെ പോയി. അതാണ് ശിഅബ് അബി ത്വാലിബ് മലഞ്ചേരി പറഞ്ഞില്ലേ? കുറച്ചൊക്കെ മെയിൻ്റെ ഉണ്ടാവണ്ട, അല്ലെങ്കിൽ മിസ്സായി പോകും. ഞാൻ അഥവാ കഴിഞ്ഞ് നാട്ടിലത്തെ ഓർമ്മ മിസ്സാണെങ്കിൽ നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മതി, എനിക്ക് കുറച്ച് വ്യൂവേഴ്സ് കിട്ടും ചെയ്യും. അപ്പം എന്താ ചെയ്യാ, നമ്മൾ ശിഅബ് അബി ത്വാലിബ് മലഞ്ചേരി അല്ലേ, ശിഅബ് അബി ത്വാലിബ് മലഞ്ചേരിയിൽ നിന്ന് 3 വർഷം കഴിഞ്ഞപ്പോൾ അവരെന്തായി നാട്ടിലേക്ക് ഇറക്കിയത്. പക്ഷേ ശത്രുക്കൾക്ക് എന്തായി, ശത്രുക്കളുടെ പല രൂപത്തിലുള്ള ആക്രമണങ്ങൾ പല രൂപത്തിൽ പിന്നെയും ഉണ്ടായിക്കൊണ്ടേ നിന്നു. സ്വഹാബത്തിന് വേണ്ടത് സുഖം ഉണ്ടായില്ല. ആ സമയത്ത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൽ നിന്ന് കുറച്ചു പേരെ, അന്ന് തങ്ങോട് വലിയ മഹബത്തുള്ളവരായിരുന്നു ഈ നജ്ജാശി രാജാവ് എന്ന രാജാവ്. വിശ്വസിച്ചാലില്ലെങ്കിൽ ചില വ്യക്തിപരമായി മഹബത്ത് ഉണ്ടാവില്ലേ, അങ്ങനെ മഹബത്തുള്ള ഒരു വ്യക്തിയായിരുന്നു നജ്ജാശി രാജാവ്. അപ്പൊ തങ്ങൾ എന്തായി, കുറച്ച് സ്വഹാബത്തിനെ നജ്ജാശി രാജാവിന്റെ രാജ്യത്തേക്ക് പറഞ്ഞയച്ച്, നിങ്ങൾ അവിടെ എന്താ, നിങ്ങൾ ഈ വരുന്ന ആൾക്കാരെ സ്വീകരിക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അന്ന് കാലത്ത് ആ സ്വഹാബത്തിന് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത ഒരാളായിരുന്നു നജ്ജാശി രാജാവ്. ആ ഒരു സ്നേഹവും മഹബത്തുമാണ്. അദ്ദേഹം മരിച്ചു എന്നുള്ളത് മുത്തായ തങ്ങൾക്ക് ഇവിടുന്ന് വിവരം അറിയുകയും ഇവിടുന്ന് എന്തായി മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു. ഓക്കെ, പോയി. ഇവിടെ പിന്നീടൊക്കെ എന്ത് ചെയ്യും, അറ്റകുറ്റപ്പണിയാണ് നടന്നിട്ടുണ്ടാവും. അല്ല, ആരംഭമായ തങ്ങളുള്ള കാലത്ത് അതേപോലെ അതേ രൂപത്തിൽ എന്താണ് അവർ റെഡിയാക്കി. ഈ സ്ഥലം ഒറിജിനലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് മസ്ജിദ് അബൂബക്കർ എന്നാണ് ഈ പള്ളിയുടെ പേര്. മസ്ജിദോ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരായിരുന്നു? സുഹൃത്തായിരുന്നു. പിന്നെ അതാണ് കറക്റ്റ്, അത് കിട്ടാനാണ് പറഞ്ഞത്. ആരംഭ പോവാ തങ്ങളോടെ മുത്തിന്റെ പ്രിയതമയുടെ ഉപ്പയായിരുന്നു. എന്തൊരു രസമാണ് കേൾക്കുമ്പോല്ലേ. അവനാന്റെ പെണ്ണിന്റെ ഉപ്പ നല്ല സന്തോഷം തന്നെയല്ലേ, നമുക്കൊന്നും ഉണ്ടാവില്ലേ, എന്താ കാരണം. അപ്പോൾ ഈ മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ വീട് നിന്നിരുന്ന സ്ഥലമാണ് ഇവിടെ. മനസ്സിലായില്ലേ? മക്കയിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പാന്റെ വീടുന്ന സ്ഥലം എവിടെയായിരുന്നു? പിന്നും കൂടി ഫുള്ള് കുടുക്കം തന്നെ കുടുക്കം. ഞാൻ പറഞ്ഞില്ലേ ക്ലോക്ക് ടവറിന്റെ അവിടെ, ക്ലോക്ക് ടവർ അറിയില്ല. അപ്പൊ അവിടെയും എന്താണ് ഏകദേശം അടുത്തല്ലേ ആരംഭപ്പൂവിന്റെ വീട് അപ്പുറത്തും ഇവിടെ ഇതേപോലെ ആരംഭപ്പൂവിന്റെ വീട് ഇവിടെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പാന്റെ വീട് ഇവിടെ. അപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പാന്റെ വീട് ഇവിടെ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പാന്റെ എല്ലാമായിരുന്നു മകളായിരുന്നു എന്ത്, ആയിഷ ഉമ്മ അല്ലെ. ആയിഷ ഈ ചെറുപ്പത്തിൽ നിന്ന് നല്ല ബുദ്ധി കൂർമ്മതയുള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ആയിഷ ഉമ്മയെ മുത്തായ തങ്ങൾക്ക് ഇത്രയധികം മഹബത്ത് ഉണ്ടാകാൻ കാരണം. ബുദ്ധി കണ്ടിട്ട് മനസ്സിലായി. ആയിഷ ഉമ്മയുടെ മൊഞ്ചും കാര്യങ്ങളൊക്കെ വേറെ. ഇവിടുത്തെ ആരംഭപ്പൂവായി തങ്ങൾ വിവാഹം കഴിച്ച് ആയിഷ ഉമ്മയുടെ ബുദ്ധി നോക്കിയിട്ടാണ്. ആ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹശേഷം ആയിഷ ഉമ്മക്ക് ചെറിയ കുട്ടിയില്ലെന്നൊക്കെ അല്ലേ, ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചു. അങ്ങനെ ചരിത്രങ്ങൾ പറയുന്നതായി കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ഉമ്മയും ഈ കാണുന്ന വഴിയില്ലേ, ഈ വഴിക്ക് നോക്കണേ ഇപ്പം എന്താ പ്രശ്നം, ഇങ്ങനെ നോക്കിത്തതാര്, ഇതൊരു വഴി. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം മേശവുള്ളൂ. ഈ വഴിയിലൂടെ ആരംഭപ്പൂവായ തങ്ങളും ആയിഷ ഉമ്മയൊക്കെ ഓട്ട മത്സരം നടത്തിയിരുന്നു അത്ര. ഇപ്പൊ മനസ്സിലായി നോക്കാൻ പറഞ്ഞ എന്തിനാണ്, മറ്റേ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ വഴി ഇങ്ങനെ അങ്ങനെ നോക്കുമ്പോഴാണ് ഇതൊരു വഴി മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യമായ ഓട്ടത്തിൽ എന്തായി, മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജയിച്ചു. ഇല്ലാന്നോ? ആദ്യത്തിൽ മുത്തായ തങ്ങൾ ജയിച്ചു. അപ്പൊ എന്തായി, ആയിഷ അമ്മേനെ മുഖം വാടി. മനസ്സിലായില്ലേ? സ്വാഭാവികം. നിങ്ങൾ പെണ്ണുക്ക് പുതിയ അപ്രായങ്ങൾ മുമ്പ് എത്തിയ ദേഷ്യം വല്ലുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ കാണുന്നുണ്ട് പലപ്പോഴും. അപ്പൊ എന്തായി, അപ്പം ദേഷ്യം വിഷമായി, ചെറിയ വിഷമായി. അപ്പൊ രണ്ടാമത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിപ്പോൾ എന്തായി, തങ്ങളൊന്ന് സ്ലോവാക്കി. എന്തിനറിയാം, ആയിഷ ഉമ്മന്റെ സന്തോഷത്തിന്. വലിയൊരു പാഠമാണിത് പുരുഷന്മാരടക്കം നമ്മളെല്ലാവരും മനസ്സിലാക്കാൻ. ആരംഭപ്പൂവായ തങ്ങൾ ഭാര്യമാരെ സ്നേഹിച്ചിരുന്ന രൂപങ്ങളാണ് ഇതിൽ പറയുന്നത്. എൻ്റെ പ്രിയതമയുടെ മുഖത്ത് ചെറിയൊരു വിഷമം വന്നു കണ്ടപ്പോൾ രണ്ടാമത്തെ ആരംഭപ്പൂവായ തങ്ങൾ എന്തായി, ഒന്ന് സ്ലോവിൽ ഓടി. അപ്പൊ എന്തായി, ആയിഷ ഉമ്മ ജയിച്ചു. അപ്പോൾ ഞാൻ ജയിച്ചു എന്ന് ആര് പറഞ്ഞു? ആയിഷ ഉമ്മക്ക് സന്തോഷമായി. പെണ്ണുക്ക് അത്രേ ഉള്ളൂ, സിമ്പിൾ. ചെറിയ പരിഗണന കിട്ടിയ അവരെന്തോ സംഭവം ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്, സന്തോഷം. അപ്പൊ ആ സംഭവങ്ങളിൽ സാക്ഷ്യം വഹിച്ച സ്ഥലമാണിട്ടത്. ഇനി ഇങ്ങോട്ട് നോക്കി, ഇവിടെ പുതിയ പുതിയ രൂപങ്ങൾ ഈ പള്ളിയുടെ അങ്ങോട്ട് കാണുന്നങ്ങൾ അവിടെ കാണണ്ട. അതായത് ഇവിടെ റൗള വരുന്നത് ഇതാണോ, ഇത് ഈ ഭാഗത്തൊക്കെയാണ് റൗള, മുത്തായ തങ്ങളത്തൊക്കെ വരുന്നു, ഹുജ്റത്തു ഷരീഫ് എല്ലാം വരുന്നത്. അപ്പോൾ അതിനോട് ചാരി നമ്മൾ റൗളക്കില്ലേ, റൗള നേരെ വലത് ഭാഗമാണ് ഈ കാണുന്ന സ്ഥലം.
അതായത് ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അവസാന സമയങ്ങളിൽ ഈ പള്ളി വലുതാക്കി. ഈ പള്ളി പഴയ പള്ളി, പിന്നെ നമ്മളിപ്പോൾ നിശ്ചയിക്കുന്നില്ലേ, ഇതെല്ലാം പുതിയ പള്ളിയാണ്. അപ്പോൾ പണ്ടുണ്ടായിരുന്ന മദീനത്തെ പള്ളി ഈ ഒരു വലുപ്പടി ഇപ്പോഴെന്ന് വെച്ചാൽ ഇന്നൊക്കെ അകത്ത് ഇതേപോലെ പേരുണ്ട്, അവരുടെ പേരൊക്കെ എഴുതിച്ച് വേറെ തന്നെ ആണ് അവിടെ. അതിൻ്റെ ഇടയിൽ ഇതേപോലെ കുറേയുണ്ട്. അതിന് ശേഷം നമ്മളെല്ലാവരും നിൽക്കുന്ന പള്ളി തന്നെ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്ന് നോക്കുക കേട്ടോ. തങ്ങൾ ഹുജറത്ത് ഷരീഫുള്ള അത് വേറെ തന്നെ ഒരു പള്ളിയാണ്. ഓക്കെ, ഇനി അതെല്ലാം നമുക്ക് അവിടെ എത്തുമ്പോൾ അതെ റോഡ് അവസ്ഥ അതാണ് ആ റോഡ് അവിടെയാണ്. ഈ റോഡിന് ഇപ്പുറത്ത് നമ്മളെല്ലാവരും സാധാരണ നിശ്ചയിക്കാൻ നിൽക്കണൊക്കെ റോഡ് അവിടെ വലതു ഭാഗത്താണ് ഞാൻ ഈ പറഞ്ഞ സംഭവം കേട്ടോ. പഴയ പള്ളി, ഈ പഴയ പള്ളിയിൽ കയറി നിശ്ചയിക്കാൻ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡിലേക്ക് കയറാൻ കഴിയൊന്നുമില്ല. പക്ഷേ കാണാം, റോഡ് കാണാം, നോക്കണതിനൊക്കെ എളുപ്പം, എപ്പോഴും കണ്ടിക്കാം. അതും നല്ല കാര്യം തന്നെയല്ല, റോഡ് കാണാൻ നല്ല. മസ്ജിദ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൽ നിന്ന്. അലി റളിയല്ലാഹു അൻഹു ആരംഭ പോകാൻ ആരായിരുന്നു? മരുമകൻ അല്ലേ? അപ്പം മരുമകൻ അമ്മസാക്ക മാണിക്കല്ലും എല്ലാവരും ഒരു അന്ന് അവർ വീടിന് സ്ഥലമാണ്. അപ്പം ഒക്കെ പിൻകാലത്ത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫാത്തിമ ഉമ്മയുടെ വീട്, ആരംഭപൂവനും മരുമകൻ അങ്ങനെയല്ല അവന്. ഫാത്തിമ ഉമ്മയുടെ വീട്, അവരും അലിയാർ തങ്ങളിപ്പാപ്പൊക്കെ ജീവിച്ചിരുന്ന ഇവിടെയായിരുന്നു എന്നർത്ഥം കേട്ടോ. അല്ലാ, ആ ഒരു കാലം മനസ്സിനെ കൊണ്ടു നോക്കി അവരെ താമസിച്ച ആയിഷ ഉമ്മ, ഫാത്തിമ ഉമ്മ, മുത്തായ തങ്ങളും ആയിഷ ഉമ്മയൊക്കെ ഇങ്ങനെ ഒക്കെ ഈ ഏരിയ അന്നൊക്കെ വലിയ ബറക്കത്തുള്ള ഏരിയ അല്ലേ. ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ അതല്ലേ, അത് പണ്ടൊരു അതിൻ്റെ ഇടതുവശം കാണുന്ന ബിൽഡിംഗ് ഒരേപോലത്തെ ആയപ്പോൾ എന്ത് ചെയ്യാനാ അവിടെ ഇരിച്ചല്ലേ അൽ സലാം മ്യൂസിയം കണ്ടോ. ഇതൊരു വലിയ മ്യൂസിയം ആയിരുന്നു മുൻകാലങ്ങളിലൊക്കെ. പിന്നീട് എന്തായി, തീപിടുത്തം ഉണ്ടായി. അങ്ങനെ തീപിടുത്തം ഉണ്ടായിട്ട് ആ മ്യൂസിയത്തിൽ പല കേടുപാടും സംഭവിച്ചു. അതിനുശേഷം പിന്നെ ആരും പ്രവേശിക്കാൻ സമ്മതിച്ചില്ല. അതാണ് ഇപ്പോഴാണ് ആ പഴയ എന്തൊക്കെയോ സംഭവിച്ച പോലല്ലേ. അത് നല്ല മ്യൂസിയം ആയിരുന്നു. അത് പിന്നെ തീപിടുത്തത്തിൽ എന്തായി കേടുപാട് സംഭവിച്ചപ്പോൾ നിർത്തി. അപ്പോൾ ആർക്ക് പ്രവേശനം ഇല്ല അങ്ങോട്ട് നയ്യര്. ഇപ്പോൾ ഇത് കെട്ടുമ്പോൾ വന്നു ഇവിടെ. ഇതിന് അപ്പുറത്ത് എന്താ വെച്ചാൽ ഒരു ടെൻറ്റുകളെ പോലെ ആയിരുന്നു. ഇപ്പോൾ ഒക്കെ പണിയുണ്ട്, അല്ലെങ്കിൽ അന്ന് വീണ ക്ഷീണം മാറില്ല, ഇനി വീഴാൻ വയ്യ. അപ്പോൾ ഈ കെട്ടിൻ്റെ അപ്പുറത്തെന്താ സംഭവിച്ചാൽ ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് നമുക്കെല്ലാവർക്കും അറിയാലേ. എല്ലാവരും വിഷമിച്ച ആ ഒരു രംഗം. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് തങ്ങളെ 3 ദിവസം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 ദിവസം തങ്ങളെന്തായില്ല തങ്ങളുടെ ജനാസ ഖബറടക്കം ചെയ്തിട്ടില്ല. അങ്ങനെ എന്തേ ഖബറടക്കം ചെയ്യാൻ അടുത്ത തങ്ങളാണ് ജനാസ ഖബറടക്കം ചെയ്യുന്നതോടെ അടുത്ത ഖലീഫ വേണം. മനസ്സിലായില്ലേ? ആരാണല്ലോ അറിയണ്ടേ, തീരുമാനമാവാതെ. അപ്പം ആ ഒരു ചർച്ചയായിരുന്നു. ബനൂ സഈദ് ഗോത്രക്കാർ, ആ ഗോത്രക്കാർ ഇവിടെ എന്തായി, അന്ന് ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറി, ഇനി ആരാണ് അടുത്ത ഖലീഫ എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി അവരെല്ലാവരും കൂടിയിരുന്നിരുന്ന സ്ഥലമാണ് ഈ കാണുന്ന ഈ ഫ്ലക്സിന് നേരെ അപ്പുറമുള്ള സ്ഥലം കേട്ടോ. അങ്ങനെ സ്ഥലമുണ്ട്, ഭാവിക്ക് അവിടെ ഉണ്ട്. ഇപ്പോൾ ഈ വരെ വന്നപ്പോൾ മറച്ചിന് ഒന്നും പ്രത്യേകം കാണുന്നില്ല. അവിടെ ഇപ്പം എന്താ ഒക്കെ പണ്ടത്തെ ഒരു സ്ഥലങ്ങളേ ഉള്ളൂ. ഒക്കെ ഇപ്പം ഓരോരോ ടെൻറ്റ് ഇതൊക്കെ ആയി വന്ന് കാണും. അപ്പോൾ ആ സ്ഥലമാണത്. അങ്ങനെ അവിടെ നിന്നാണ് ഒന്നാം ഖലീഫയാവുന്ന ഉമർ അബൂബക്കർ സിദ്ദീഖ് നമ്മൾ പാപ്പാനെ തെരഞ്ഞെടുക്കുന്നത് കേട്ടോ. ഈ ഒരു സ്ഥലമാണ് ആ കാണുന്നത്. ഈ കാണുന്നത് കണ്ടോളി. ഞാൻ അവിടെ എത്തിയാൽ അവിടെ പോലീസ് ഇങ്ങനെ മാറ്റി കൊടുക്കും, കണ്ടില്ലേ? എന്നാലും ഒരു വിഷയം വരുമ്പോൾ കാണാതെ ഭാവനാരോ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ സാധാരണ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ അവിടെ ചെപ്പം ഇങ്ങനെ പോലീസ് ആട്ടാണെങ്കിൽ അഥവാ കിട്ടാതിരുന്നാൽ നഷ്ടമായി പോകേണ്ട വെച്ചിട്ടാ ഈ സ്ഥലം കേട്ടോ. അപ്പോൾ ഈ സ്ഥലം ഇതിന് പറയുന്ന പേരാണ് മീസാബുൽ മദീന. പണ്ടല്ല കുറച്ച് ദിവസം മുമ്പ് കഅബയെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞില്ലേ മീസാബുൽ കഅബ, സ്വർണ്ണപ്പാതി. അപ്പോൾ സ്വർണ്ണപ്പാതി ഞാൻ പരിചയപ്പെടുത്തിയില്ലെന്നോ. അന്നും ഞാൻ പറഞ്ഞിരുന്നു മദീനക്ക് ഇതുപോലെ മീസാബ് ഉണ്ടെന്ന്. ആ മദീനയുടെ മീസാബാണ് മീസാബുൽ മദീന കേട്ടോ. ഈ മീസാബുൽ മദീനയിൽ വെച്ചുകൊണ്ട് ഒരു മേപ്പർ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കഅബയുടെ മീസാബിലേക്ക് കറക്റ്റ് കഅബയോട് ഫേസ് ടു ഫേസ് നിൽക്കുന്ന സ്ഥലമാണത്രേ. മനസ്സിലായി? ചരിത്രം പറയുന്നതാണ്. ഈ മീസാബുൽ മദീന ഈ സംഭവം ഇത് നേരെ കഅബയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ഒരു നൂല് വെച്ചാൽ നേരെ കഅബയിലേക്കാണ് എന്ന്. അതാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തി കേട്ടോ. മറ്റൊരു കാര്യം എന്താണ് ഇതിന് മറ്റൊരു പ്രത്യേകത വെച്ചാൽ അബ്ബാസ് തങ്ങൾ ഉപ്പാപ്പ ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പല്ലേ. അപ്പം മുത്തിൻ്റെ എളാപ്പക്ക് വീടുണ്ടാക്കണം. ആ വീടിന് പണിയെടുക്കുമ്പം മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടെ സഹകരിച്ച് വീട് പണി നടന്നുകൊടുക്കുകയാണ്. അങ്ങനെ വീട് പണി നടന്നുകൊടുക്കുന്ന സമയത്ത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പൻ്റെ അതായത് ഇതിന് താഴെവശത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇതിന് താഴെവശത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. അതായത് അങ്ങ് വീട് പണി ഏകദേശം പൂർത്തിയായപ്പോൾ അന്നത്തെ വീടെന്ന ഈ ഓലൻ്റെ വീടല്ലേ,
വീടിൻ്റെ ഒരു മൂലയിൽ കുറച്ച് സ്ഥലം ഈ മഴവെള്ളം ഒലിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എന്തായി, മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബ്ബാസ് തങ്ങളും പാപ്പയും കൂടി ഒരു പാത്തി, നമ്മൾ പാത്തിക്ക് വെള്ളം ഒലിച്ചു പോകാൻ അത് വെക്കണം. അപ്പോൾ പക്ഷെ എന്തായി, രണ്ടുപേർക്കും ഉയരം കൊണ്ട് എത്തുന്നില്ല. അപ്പോൾ ആരംഭപ്പൂവായ തങ്ങളൊന്ന് ഇങ്ങനെ കുനിഞ്ഞു നിന്നത് അബ്ബാസ് തങ്ങൾ പാപ്പ മുത്തിൻ്റെ ഷോൾഡറിൽ കയറിക്കൊണ്ട് ആ പാത്തി മെല്ലെ എങ്ങനെ എഴുതി വെച്ച്, അങ്ങനെ ആ പാത്തി അവിടെ വെക്കുന്നു. അപ്പം സാധാരണ പോലെ മഴയുടെ വെള്ളം ഒലിച്ചു പോകും. അങ്ങനെ ആയിരുന്നു. അങ്ങനെ പിൻകാലത്ത് ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അന്ന് ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ അല്ലേ, രണ്ടാം ഖലീഫ ആരായിരുന്നു? എന്തിനാ ചോദിക്കാൻ അറിയോ? നിങ്ങളെ പരീക്ഷ ഞാൻ വലിയ മുത്തയ്ക്കാവുന്നല്ല, അതിനൊന്നും ആവശ്യമില്ലല്ലേ. നമുക്ക് നമ്മളെ മെയിൻ്റെ ഹിസ്റ്ററി ചെറിയ നോട്ടിങ് തരാനാണ്. അപ്പോൾ രണ്ടാം ഖലീഫയാവുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത്, ഞാൻ പറഞ്ഞില്ലേ മക്കത്തെ പള്ളിയും രണ്ടാം ഖലീഫിൻ്റെ കാലത്താണ് എന്തിന് ഡെവലപ്പ് വരുന്നത്, വലിയ ഡെവലപ്പ് വരുന്നത്. ആ രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു കാലത്ത് എന്തായി, ഈ പാത്തിയിലെ വെള്ളം മദീനത്തെ പള്ളിക്ക് ഇങ്ങനെ തെറിക്കും പോലെ തോന്നി. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവിടെ നമ്മൾ നിസ്കരിക്കുകയാണ്, ഇവിടുന്ന് ഇങ്ങനെ ഒരു പാത്തി വെള്ളം വീഴുമ്പോൾ ഈ നിസ്കരിക്കുന്ന സ്വഹാബത്തിന് ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് നേരെ ആ പാത്തി ഒഴിവാക്കിയപ്പോൾ അബ്ബാസ് തങ്ങൾ ഉപ്പാപ്പ അന്ന് ഹയാത്തിനുണ്ട്. അബ്ബാസ് തങ്ങൾ ഉപ്പാപ്പ അന്ന് ഖലീഫയാണ് ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ അന്ന് ഖാദി വേറൊരു മഹാനാണ്, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഏതാ ഖാദിയോട് നേരിട്ട് എന്തായി വിവരം പോയി പറഞ്ഞു. ഖലീഫ ഒന്ന്, ഖാദി വേറെ. ഖാദിയോട് നേരിട്ട് പോയി വിഷമം പറഞ്ഞു. ആ വിഷമം പറഞ്ഞതിൽ ഖാദി നേരെ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അബ്ബാസ് തങ്ങൾ ഉപ്പാപ്പയും വിളിച്ചു. അങ്ങനെ അബ്ബാസ് തങ്ങൾ ഉപ്പാപ്പയും രണ്ടുപേരും നിൽക്കുന്ന സദസ്സിൽ നിന്ന് അബ്ബാസ് തങ്ങൾ ഉപ്പാപ്പ നടന്ന സംഭവം പറഞ്ഞു. അതായത് എനിക്ക് എൻ്റെ ഹബീബ് ഉള്ള കാലത്ത് വെച്ചെന്ന പാത്തിയാണ്, ആ പാത്തി മാറ്റിയത് എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ആരംഭപ്പൂവിന് വിഷമാണ്, ഒന്നും ചെയ്യൂല, അവരൊന്നും ഒരിക്കലും ചെയ്യൂല. ഉമർ റളിയല്ലാഹു അൻഹു മാറ്റിയെന്നേ ഉള്ളൂ, അറിയില്ല. ഇത് കേട്ടതോടെ ഉമർ റളിയല്ലാഹു അൻഹു ആകെ വിഷമിച്ചു പോയി. ഉമർ റളിയല്ലാഹു അൻഹു വേഗം ഓടി വന്നുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ എൻ്റെ മുതുകിൽ കയറിക്കൊണ്ട് ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചിരുന്ന ആ പാത്തി അതുപോലെ തിരിച്ചു വെക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതിൻ്റെ താഴ്വശത്ത് ആ പാത്തി തിരിച്ചു വെച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു കുനിഞ്ഞെടുത്തു, സ്വഹാബ കയറി വെച്ചു എന്ന്. അപ്പം അങ്ങനെ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ താഴ്വശം ഇതാണ് ബാബു സലാം. സലാം പറയാൻ പോകുന്ന എൻട്രൻസ് ആണ് ബാബു സലാം. അല്ലാഹ് അൽഹംദുലില്ലാഹ്. ബാബു സലാം എന്ന് പറഞ്ഞാൽ ബാബു സലാമിലൂടെയാണ് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് സലാം പറയാൻ പോകേണ്ടത്. സലാം പറയാൻ പോകുന്ന പുരുഷന്മാരെ കയറുന്നോ എല്ലാവരും കയറുന്ന എൻട്രൻസ് അത്. ബാബു സലാമാണ് മദീനത്തെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ എന്താണ് വലിയ മഹത്വമുള്ള വലിയ പ്രാധാന്യമുള്ള ഒരു വാതിൽ. മനസ്സിലായില്ലേ? അപ്പം ഇവിടെയായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തായി തങ്ങളോട് സലാം പറയാൻ വേണ്ടി വന്നു. സലാം പറയാൻ വന്നിട്ട് എന്തായി, തങ്ങൾ സലാം അടക്കുന്നില്ല. നമ്മളൊക്കെ എന്താ ചെയ്ത്, ഞാൻ അടക്കും, നമ്മളെന്ത് നേരെ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് അല്ലേ കഴിഞ്ഞില്ലേ, തങ്ങൾ സലാം അടക്കിയോല്ലേ, നമ്മളൊന്നും നോട്ടം, നമ്മൾ നേരെ പോയി കഴിഞ്ഞു. പക്ഷേ അവരൊന്നും അങ്ങനെയല്ല. ആരംഭപ്പൂവിനോട് സലാം പറഞ്ഞാൽ ആരംഭപ്പൂ മടക്കിയോ അല്ലേ അവർ നോക്കും. അവർക്ക് എന്താണ്, എൻ്റെ തങ്ങൾക്ക് എന്നോട് ആ കണക്ഷൻ കിട്ടിയോ. അങ്ങനെ മുത്തിനോട് സലാം പറയാൻ വേണ്ടി ഇവിടെ കയറുന്ന 40 ദിവസത്തോളം തങ്ങൾ സലാമിൻ്റെ മടക്കം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന സ്ഥലമാണിത്. 40 ദിവസം വരെ കാത്തിരുന്നു. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ സാധാരണ എന്താ ചെയ്യില്ല, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് കഴിഞ്ഞില്ലേ. പക്ഷെ നമുക്ക് അറിയുന്നില്ല അവർക്ക് എന്താണ് സലാം മടക്കാൻ അവർ കിട്ടും, ആ ഒരു റീപ്ലൈ കിട്ടും. അതിനുവേണ്ടി കാത്തിരുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാണുന്ന ഈ വാതില് മദീനത്തെ പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതിലാട്ടാ. വരി നമ്മൾ അവിടെ പോയപ്പോ പെണ്ണല്ലോ. അല്ലേ? ആ അവിടെ ഇങ്ങോട്ടേക്ക് ഇന്നാലേ കാണുള്ളൂ. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറത്തു ഷരീഫിന്റെ താഴ്വശം നിങ്ങൾ സ്ത്രീകൾ കണ്ടിട്ടുണ്ടാവില്ല. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ ഉമ്മയുടെ വീടാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് ഇതിനപ്പുറത്താണ് മുത്തായ തങ്ങളുടെ ദർബാർ കിടക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഭാഗത്ത് പോയില്ലല്ലോ. അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് നമ്മുടെ പുരുഷന്മാർ വരല് ആ സൈഡിൽ നിന്നാണ്. ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വരും. എന്നിട്ട് അതായത് ബാബു സലാം കയറി കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് വരും. വന്നു കഴിഞ്ഞാൽ ആദ്യം ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന വീടാണ്, തങ്ങളെ മക്ബറയാണ് കാണുന്നത്. ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർബാർ ഇവിടെ ഉള്ള സമയത്ത് തന്നെ ഒന്നാം ഖലീഫയായിരുന്ന ആര്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ അല്ലേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പാക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു എന്ത്, എനിക്ക് എൻ്റെ ഹബീബിനെ വല്ലാതെ മഹബത്തുള്ള സുഹൃത്തല്ലേ. അപ്പം ഞാൻ വഫാത്തായാൽ എൻ്റെ ഹബീബിൻ്റെ കൂടെ ആയിരിക്കണമെന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ
അപ്പോൾ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം എൻ്റെ ചെറിയ 10 വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 വർഷമാണ് എന്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ എന്തായത് അവർ ഖലീഫ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പാക്ക് ഒരു വസിയത്തുണ്ടായിരുന്നു, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എൻ്റെ ഹബീബിൻ്റെ അടുത്ത് കിടത്തണം. പക്ഷേ കിടത്തണം നേരെ കൊണ്ടുപോയി കിടത്താൻ പറ്റില്ല. ഞാൻ നേരെ സലാം പറഞ്ഞ ആ വിഷയം പോലെ, അതായത് എൻ്റെ ഹബീബിന് സമ്മതമാണെങ്കിൽ ഹബീബിനെ കൊണ്ടുപോയി കിടത്താം, അല്ലെങ്കിൽ നേരെ ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി കിടത്താം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ വഫാത്തായപ്പോൾ സ്വഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പാൻ്റെ ജനാസയും കൊണ്ടുവന്ന് ഇവിടെ മുത്തിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കണം, തങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ്റെ ജനാസയാണ്, തങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഇവരെ കിടത്താനും അല്ലെങ്കിൽ ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോകാനാണ് ഞങ്ങൾക്കുള്ള വസിയത്തുള്ളത്. അങ്ങനെ ചോദിച്ചു. ആ സമയത്ത് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് എൻ്റെ 3 വർഷമാണോ 10 വർഷം, ഏതായാലും 3 വർഷമല്ലേ അല്ലേ? ഓക്കെ. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷം അല്ലേ? ഓക്കെ. അപ്പോൾ ശരി, അത് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ 3 വർഷം കഴിഞ്ഞ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ഈ ഹുജ്റത്തു ഷരീഫ് വെച്ചുകൊണ്ട് പറഞ്ഞത്രേ, എന്ത് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, എൻ്റെ ഹബീബിലേക്ക് കൊണ്ടുവരുമെന്ന് ഈ ഇതിനകത്ത് വിളിയാളം വന്നു. അങ്ങനെയാണ് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ഇവിടെ ഉണ്ടായാലും പേര് ഇവിടെ ഉണ്ടോ? ഓക്കെ. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പാനെ ഇവിടെ ജനാസ ഖബറടക്കം ചെയ്യുന്നത്. അപ്പോൾ തങ്ങൾ കിടക്കുന്നത് ഇങ്ങനെയാണ് സങ്കല്പിക്കുക. അപ്പോൾ തങ്ങളുടെ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ഒരേപോലെ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? അങ്ങനെ അതിനുശേഷം വന്ന ഭരണാധികാരിയാണ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു 10 വർഷം ഭരിച്ച് അല്ലേ? അപ്പോൾ അങ്ങനെ 13 കണക്ക് വരുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ വല്ലാത്ത ആഗ്രഹം ഉമർ റളിയല്ലാഹു മനസ്സിലുണ്ട്, എല്ലാവരും മനസ്സിലുണ്ടാവും, ഉമർ തങ്ങളുപ്പാപ്പയുടെ മനസ്സിലുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലം ഇത് ആയിഷ ഉമ്മാൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ ഭർത്താവ് എൻ്റെ ഉപ്പ, ഇനിയുള്ള സ്ഥലം എനിക്ക് കിടക്കാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആയിഷ ഉമ്മക്ക്. ആ ഒരു വലിയ സ്വപ്നത്തിന് ആയിഷ ഉമ്മ നിൽക്കാം. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത്. എപ്പോൾ സുബഹി നിസ്കരിച്ചിരിക്കുമ്പോഴാണ് ഒരു നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു എന്തായി ചാട്ടുളി കൊണ്ട് ഒളിയാക്രമത്തെ കുത്തിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരം കഴിഞ്ഞാൽ തന്നെ, അതായത് സുബഹി നിസ്കരിച്ച് ഇരിക്കുന്ന സമയത്താണ് കുത്തു വരുന്നത്. ആ കുത്തു വന്നപ്പം രാവിലെ സ്ഥിരമായി പാല് കുടിച്ചിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ പാല് കുടിക്കുന്ന പതിവുണ്ടായിരുന്നു. മോന് പാലും കൊണ്ട് വന്നപ്പോഴാണ് ഉപ്പാൻ്റെ ഇവിടുന്ന് ഇങ്ങനെ രക്തം വരുന്നത്, വയറിൻ്റെ അടുത്ത് രക്തം വരുന്നത് കണ്ട്. അപ്പോൾ കുറച്ച് പാലെടുത്തപ്പോൾ പാലൊക്കെ നേരെ ഒലിച്ചു, ഒന്നും നിൽക്കുന്നില്ല. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുന്നത്. അള്ളാഹു അവിടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം സംശുദ്ധമാക്കി തരുമാറാട്ടെ. ഇങ്ങനെ കുത്തുകൊണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു അറിയോ? നിങ്ങൾ നേരെ പോയി ആയിഷ ഉമ്മയോട് ചോദിക്കുക, ഈ സാധുവായ ഉമറിനൊരു ഇടം തരാമോ? മനസ്സിലായില്ല? ആ ചോദ്യത്തിൻ്റെ വിനീതമായ ശൈലിയാണ്. അവകാശം വരാൻ യാതൊരു യോഗ്യതയില്ല. യോഗ്യതയില്ലാന്നാ ഞാൻ ഉദ്ദേശം എന്താണ്? ആയിഷ ഉമ്മ ഉദ്ദേശിച്ചതല്ലേ, അതുകൊണ്ട്, അല്ലെങ്കിൽ ഏറ്റവും യോഗ്യത അവർക്കെന്നല്ലേ. അപ്പം അങ്ങനെ എന്തായി, സ്വഹാബത്ത് വന്നുകൊണ്ട് നേരെ ആയിഷ ഉമ്മയോട് ഒന്ന് ചോദിച്ചു, ആയിഷ ഉമ്മ, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇതാണ് രോഗം, വളരെ അവസാന ഘട്ടത്തിലുള്ളത്, അവർ സമ്മതം ചോദിക്കുന്നുണ്ട്, നിങ്ങളെ സമ്മതം ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കിടക്കാം. ആയിഷ ഉമ്മയുടെ മനസ്സ് അല്പം വിഷമുണ്ടെങ്കിലും ആയിഷ ഉമ്മക്ക് അറിയാം എൻ്റെ ഭർത്താവ് ഏറ്റവും വേണ്ടപ്പെട്ടവരാണല്ലോ ഇവരെല്ലാവരും. അതുകൊണ്ട് അവരുടെ വിശാല മനസ്കതി കൊണ്ട് നമ്മളെന്താ പറയുക, പറ്റൂല എനിക്കുള്ളവരില്ലേ, നിങ്ങളെല്ലാം വേറെ ആൾക്കാർ പറയില്ലേ, അപ്പം എന്തായി പറയാതെ അവരുടെ മനസ്സിൻ്റെ വിശാലത കൊണ്ട് അവരുടെ സമ്മതം കൊടുത്തു. അങ്ങനെ അപ്പോഴും പറഞ്ഞെന്താ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ പറഞ്ഞതുപോലെ പറഞ്ഞു, ഹബീബിൻ്റെ അടുത്ത് കൊണ്ടല്ല, തങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അവിടെ മറവാടാം, അല്ലെങ്കിൽ നേരെ ജന്നത്തുൽ ബഖീ കൊണ്ടുപോവാം ഏട്ടാ. അങ്ങനെ സ്വഹാബത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടത്തെ ഇതേപോലെ ചോദിച്ചു. അപ്പോൾ എത്ര വർഷമായി? 13ാമത്തെ വർഷം ചോദിക്കാണ്. മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, തങ്ങളുടെ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ജനാസയാണ്, അവർ ഹയാത്തുള്ള കാലത്ത് ഇവിടെ വസിയത്തുണ്ടായിരുന്നു, തങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ ഖബറടക്കം ചെയ്യാമെന്നതും, ഇല്ല എങ്കിൽ നേരെ ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോകാൻ അങ്ങനെ വസിയത്തുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റത്തു ഷരീഫിൽ നിന്നും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ രണ്ട് സ്ഥലത്തു നിന്നും ഒരേ വിളിയാളം വന്നു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബൈൻ, അതായത് ഹബീബിനെ ഹബീബുമാരിലേക്ക് കൊണ്ട് ചേർക്കുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ അവരുടെ പൊരുത്തപ്രകാരമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെന്ന് അവരെ മറമാടിയത്. അപ്പം ആരംഭപ്പൂവ് നിൽക്കുന്ന സ്ഥലം ഇവിടെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇവിടെ, ഉമർ കുറച്ച് താഴത്ത്. മനസ്സിലായി? ഇങ്ങനെയാണ് അതിനകത്തുള്ള കബറിന്റെ സ്റ്റേജ്. ചെറിയൊരു ഐഡിയ കിട്ടിയോ? നമ്മൾ ഫുള്ള് കുറച്ചേ കൊടുക്കുള്ളൂ. ഓക്കെ അല്ലേ? ഇപ്പൊ പച്ചക്കുപ്പ് കറക്റ്റ് കാണണ്ട, ലോങ് സൈറ്റ് ഇല്ലേ?
അല്ലാ. അതായത് ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറത്തു ഷരീഫാണത്. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്നത് അതിന് താഴെയാണ്, നേരെ താഴെ കേട്ടാ. അപ്പോൾ തങ്ങളുപ്പാപ്പ കിടക്കുന്നതിന് മുകളിലാണ് പറഞ്ഞില്ലേ. തങ്ങളുപ്പാപ്പയുടെ ആ മറ്റേ പച്ച കുബ്ബ 600 വർഷങ്ങൾക്ക് മുമ്പാണ് അത് അതുപോലെ നിർമ്മിച്ചത്. അതിനു മുമ്പ് സ്വഹാബത്തിൻ്റെ കാലത്ത് കണ്ടായിരുന്നു എങ്ങനെ വെച്ചാൽ ഇവിടെയൊക്കെ സ്വഹാബത്തിന് വീടുണ്ടായിരുന്നു. അന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന് എന്ത് ചെയ്യും, സ്വഹാബത്ത് ഒരു കൊടി ഉയർത്തി വെക്കും. നമ്മളൊരു ഇതിലൊരു അമീറിനെ മനസ്സിലാവാനായിട്ട് കുറച്ചെന്തെങ്കിലും വ്യത്യാസം കൊടുത്തൂലേ, അതുപോലെ എന്ത് ചെയ്യും, ഒരു കൊടി ഉയർത്തി വെക്കും. അല്ലെ മറ്റവർക്ക് വീട് താഴെ, അതൊന്ന് കുറച്ചൊന്ന് ഒരു ഉയരത്തിൽ ഒരു മനസ്സിലായത് അമീറിൻ്റെ ആണ്. അങ്ങനെ 600-ലാണ് കലാമുദ്ദീൻ എന്ന് പറയുന്ന ഒരു വലിയ ഭരണാധികാരി വന്നപ്പോൾ അവരാണ് കുബ്ബ നിർമ്മിക്കുന്നത്. അന്നിത് പച്ചയല്ല, മനസ്സിലായല്ലേ, അന്ന് ഈ പച്ചക്കുബ്ബയല്ല, അന്ന് മറ്റേ വെള്ള കളർ കുബ്ബയായിരുന്നു. അന്ന് ഈ മരങ്ങളെ കൊണ്ട് മരപ്പട്ടിക കൊണ്ടുണ്ടാക്കിയ കുബ്ബയായിരുന്നു. പിന്നീട് കായ്പത്തു രാജാവ് എന്ന രാജാവ് ഭരണത്തിൽ വന്നപ്പോൾ ആ രാജാവാണ് ഈ കുബ്ബ എന്തായി പച്ചയാക്കിയതും ഈ കുബ്ബ ജിപ്സം കൊണ്ട് എന്തായി ഫുള്ള് റെഡിയാക്കിയത് ഈ കാണുന്ന രൂപത്തിലേക്ക് തയ്യാറാക്കിയതും. ഓക്കെ, വെള്ള. അതിന് താഴെയായിരുന്നു മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഉണ്ടായിരുന്ന കാലത്ത് നിസ്കാരവും കാര്യങ്ങളും നടന്നിരുന്ന ഒന്നാമത്തെ മിമ്പറ. എങ്ങനെ മിമ്പറ അല്ലേ, ഇനി താഴെ മിഹ്റാബ് പറഞ്ഞു മാറിപ്പോയി. ഇപ്പം കണ്ടില്ല അവിടെ ഒരു ചില്ലുകൂട്ടം കണ്ടില്ലേ കേട്ടാ. പിന്നെ മിഹ്റാബ് വേറെ ഉണ്ട്, പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഹ്റാബാണ് ആ നേരെ കാണുന്ന സിൽവർ ട്ടാ. കാണുന്നുണ്ട്, കാണില്ല. സിൽവർ കണ്ടോ, ചെറുതുണ്ടല്ലേ. ഓക്കെ, ആ സിൽവറിന്റെ അതിലെ വീഡിയോ ഉണ്ട്, കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതായത് അവിടെ സിൽവർ കാണില്ല നിങ്ങൾ, ആ സിൽവറിന്റെ താഴെയായിരുന്നു ഹഫ്സ ബീവിയുടെ വീടുണ്ടായിരുന്നു. ഹഫ്സ ബീവി ആരാ? ഉമർ അല്ലാഹുവിന്റെ ഹഫ്സ ബീവി ആരംപൂവിന്റെ ഭാര്യ അല്ലേ. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിരുന്നു ഹഫ്സ ബീവി അല്ലേ. ഹഫ്സ ബീവി എപ്പോഴും മുത്തിൻ്റെ വീടാണ്, അപ്പുറത്ത് ആയിഷ ഉമ്മൻ്റെ വീട്. അപ്പം രണ്ടൊക്കെ ഒരേ വീട് തന്നെ. അപ്പോൾ ആരംഭപ്പൂവിൻ്റെ വീട്ടിലേക്ക് എപ്പോഴും നോക്കി നിൽക്കാൻ വേണ്ടി എന്താണ് ആ ഭാഗത്തേക്ക് എൻട്രൻസ് ആയിരുന്നൊരു സ്ഥലമായ വീടിൻ്റെ മുമ്പ് അങ്ങോട്ടായിരുന്നു മുൻവശം. പിന്നീട് ആരംഭപ്പൂവിൻ്റെ വഫാത്തിൻ്റെ ശേഷം സലാം പറയാണ്ട് ഇതിക്കും ആൾക്കാർക്ക് കയറൂലേ, അങ്ങനെ സലാം പറയാണ്ട് എല്ലാവരും പോകുന്ന സമയത്ത് ഹഫ്സ ബീവിയുടെ എന്തായി വീടിനൊരു തടസ്സം വന്നു. കാരണം അതൊരു ബുദ്ധിമുട്ടായി സലാം പറയാൻ പോകുന്നവർക്ക്. അന്ന് കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നുണ്ടായ സ്വഹാബത്തും ആരൊക്കെയോ അങ്ങനെ ഒരു വിഷമം അറിയിച്ചു ഹഫ്സ ബീവി അവിടെ തന്നെ ആയപ്പോഴേ. അങ്ങനെ അത് പ്രകാരമാണ് ഹഫ്സ ബീവിയുടെ വീട് കുറച്ച് നീക്കി. അതായത് വീടിനെ കുറച്ചായി. അപ്പൊ അന്ന് ഹഫ്സ ബീവി പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ വീടും എൻ്റെയും എൻ്റെ ഹബീബിൻ്റെ ഇടയിൽ മറ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെയാണ് ഹഫ്സ ബീവിയുടെ ആ കറക്റ്റ് മീനാത്തിന് താഴ്വശത്ത് ഇന്നും 1600 1400 വർഷം കഴിഞ്ഞ് ഇന്നും എന്താണ് ഒരു ഡോറ് അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇനി ആ മറ്റേ ഈ മിനാരം കണ്ടാൽ ഈ പച്ചക്കുബ്ബയുടെ അതിലേക്ക് 10 മിനാര മൊത്തത്തിലുള്ളത്. മിനാർ എന്നല്ല ഹുസൈൻ പറയല്, മിനാർ എന്നല്ല പറയില്ല, ഇങ്ങനെ നിൽക്കണ 10 മിനാര മൊത്തത്തിലുള്ളത്. ഇവിടെ അങ്ങനെ എണ്ണ വയ്ക്കാതി 10 ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇതിനപ്പുറത്തൊക്കെ ഉണ്ടാ ഒക്കെ കൂടി എണ്ണ 10 ഉണ്ടാവും. ആ 10 ഏറ്റവും അധികം എന്താണ് പ്രാധാന്യമുള്ള ഒരു മിനാരമാണ് ആ മിനാരം. അന്ന് കാലത്ത് അതായത് പച്ചക്കുബ്ബയോട് ചാരി നിൽക്കുന്ന വലത് ഭാഗത്ത് മിനാരം, ആ സ്ക്വയർ, ശരിയാണ്, ആ സ്ക്വയറാന്ന്. അപ്പോൾ അന്ന് കാലത്തൊക്കെ ബാങ്ക് വിളിച്ചിരുന്ന മൈക്ക സംവിധാനം ഇപ്പോഴല്ലേ വരുന്നത്. അന്ന് കാലത്ത് മുൻകാലങ്ങൾ ഇപ്പം നമ്മൾ പൊന്നാണിയൊക്കെ ഉണ്ട്, മുകളിൽ കയറി ബാങ്ക് വിളിച്ച് പറഞ്ഞ സംഭവം ചരിത്രം പറയല്ലേ, പൊന്നാണി പള്ളിയിലൊക്കെ പറയുന്നുണ്ട്. അതായത് പണ്ട് കാലത്ത് ബാങ്ക് വിളിച്ച് ഉയരങ്ങളിൽ കയറി വിളിക്കായിരുന്നു പതിവ്. അങ്ങനെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു, രണ്ടാലൊരു മഹാൻ ഇറാഖിൽ നിന്നും ഒരിക്കൽ ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ മദ്ഹുകൾ എഴുതിക്കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവർ ആരും കാണാതെ ഇരുട്ടറയിൽ, ചരിത്രം എന്താ ഇരുട്ടറയിൽ അത്ര രഹസ്യമായി കൊണ്ട് മുത്തിൻ്റെ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ ഇറാഖിൽ നിന്ന് ഇങ്ങോട്ട് 40 ദിവസത്തെ ദൂരം, വാഹന സൗകര്യങ്ങളില്ല, ഇങ്ങോട്ട് എത്തിയപ്പോൾ 40 ഓക്കെ.
ഇപ്പൊ തങ്ങളുപ്പാപ്പ എന്തായി ഇങ്ങോട്ട് വന്നപ്പോ ഈ ബൈത്ത് രഹസ്യമായി കൊണ്ട് എഴുതിയിട്ടാണ് കൊണ്ടുവരുന്ന ബൈത്തും കൊണ്ട് ആരും കാണാതെ ഇരുട്ടറയിരുന്ന് എഴുതിയല്ലേ. 40-ാം ദിവസം ഇവിടെ എത്തുന്ന സമയം സുബഹിയുടെ സമയമായിരുന്നു. സുബഹിന്റെ സമയത്ത് മഹാനവർ ഇങ്ങോട്ട് എത്തി ഈ കവാടം കിടക്കുമ്പോൾ ഇവിടുന്ന് സുബഹി ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുത്തു കഴിഞ്ഞ ഉടനെ മുക്രിണ്ട് ഈ ഒരു നല്ല അതിമനോഹരമായ ബൈത്ത് ഇങ്ങനെ ചൊല്ലുന്ന കേൾക്കുന്നുണ്ട്. അപ്പൊ ഇമാം അബു ഹനീഫ തങ്ങൾ ഉപ്പാപ്പ എന്ത് ചിന്തിച്ചു, നല്ല രസമുള്ള ബൈത്താണല്ലോ, നല്ല പരിചയം ഉണ്ടല്ലോ, മുത്തിന്റെ മധുഹാണ് ചൊല്ലുന്നത്. ഇപ്പൊ നമ്മൾ ബുർദലൂല്ലേ ഇതുപോലെ മനസ്സിലാവുണ്ടോ നമ്മോ? മറ്റേ മുസ്ലിയാർ എങ്ങനെ പ്രഭാഷണം മാത്രമേ ഉള്ളൂ. അപ്പം എന്താ ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹം നല്ല പരിചയമുള്ള ബൈത്താണല്ലോ, ഇതിപ്പോൾ എന്താണ് ബൈത്ത് എന്നുള്ള ഒരു അദ്ദേഹം ക്യൂരിയോസിറ്റി കൊണ്ട് കേട്ടിരുന്നു. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഞാൻ എഴുതിയ ബൈത്താണല്ലോ, ഞാൻ ആരും കാണാതെ രഹസ്യമായി ഒരു അറയിൽ ഇരുന്ന് കൊണ്ട് എഴുതിയ ബൈത്താണല്ലോ ഇത്, ഇതെങ്ങനെ എവിടെ കിട്ടിയവർക്ക് ആകെ എന്തായി ഇമാം അബൂ ഹനീഫ തങ്ങൾ പാപ്പാകെ വല്ലാത്ത കൺഫ്യൂഷൻ വന്നുപോയി. അങ്ങനെ സുബഹി ബാങ്കെല്ലാം കഴിഞ്ഞു, ജമാഅത്ത് കഴിഞ്ഞപ്പോൾ ആ മുക്രിയോട് അന്നുണ്ടായിരുന്ന മുഅദ്ദിനോട് അബൂ ഹനീഫ തങ്ങൾ പാപ്പ ചോദിച്ചു, അല്ല നിങ്ങൾ ഓതിയ ബൈത്ത് ഉണ്ടല്ലോ, ചൊല്ലിയ ബൈത്ത്, ആ ബൈത്ത് എങ്ങനെ നിങ്ങൾ കിട്ടിയത്? അപ്പോൾ അവർ പറയാണ്, ഇന്നലെ രാത്രി മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു നിങ്ങൾ ഇന്ന് സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ ബൈത്ത് ചൊല്ലണം. ആരംഭപ്പൂ കണ്ടു ആര്? അബൂ ഹനീഫ തങ്ങൾ വരുന്നേ, മനസ്സിലായേ ചേർത്ത്. അപ്പൊ ആരംഭപ്പൂ എന്താ ഇത് കണ്ടപ്പോ തങ്ങള് ഈ ബൈത്തിനെ സ്നേഹിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. അവർ വരുമ്പോൾ അങ്ങോട്ട് പാടി കേൾപ്പിക്കാം, സമ്മാനം കൊണ്ട് നമ്മൾ ഒരാളിങ്ങോട്ട് സന്തോഷം കൊണ്ട് വരുമ്പോൾ അങ്ങോട്ട് സന്തോഷം കൊടുക്കൂലേ, സർപ്രൈസ് കൊടുക്കൂലേ, അതുപോലെ എന്തായി മുത്തായ തങ്ങൾ പറഞ്ഞു ഈ ബൈത്ത് നിങ്ങൾ ചൊല്ലണം. അങ്ങനെയാണ് ഈ ബൈത്ത് ഇവിടെ ചൊല്ലി. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം എന്തായി മദീനത്ത് ഞാൻ പറഞ്ഞില്ലേ മുമ്പേ വല്ലാത്ത മഴക്ഷാമം ഉണ്ടാവാറുണ്ട് മുൻകാലത്ത്. അങ്ങനെ സ്വഹാബത്തൊക്കെ വെള്ളമില്ലാതെ വല്ലാതെ വിഷമിക്കുന്ന അടുത്തൊരു സമയം വന്നപ്പോൾ ആയിഷ ഉമ്മയോട് പറഞ്ഞ് ആയിഷ ഉമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉമ്മ അല്ലേ, ഉമ്മ നമുക്ക് വെള്ളമില്ലല്ലോ, എന്താണ് പരിഹാരം, ആകെ വിഷമത്തോടെ അറിയിച്ചു. അപ്പൊ അന്ന് അവർ പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യുക, ആരംഭപ്പൂവായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർബാറിൻ്റെ അടുത്തേക്ക് വരാം. ഇനി ദർബാറിൽ നിന്ന് മുകളിലേക്ക് ആകാശത്തിന്റെ ഇടയിൽ ഒരു ഓട്ട പോലും ഉണ്ടാവരുത്, ഒരു മരം ഉണ്ടാവരുത്. ആ രൂപത്തിൽ എന്ത് ചെയ്യുക, ഒരു ഓട്ട ഒഴിച്ചിട്ട് അവിടുന്ന് ദ്വാരുന്നാൽ മതി. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ദർബാറാണ് ഇതിങ്ങനെ ഇതല്ലേ, പണ്ടൊക്കെ മക്കബറിന്റെ ഇപ്പോൾ. അപ്പൊ ഇതിന് ഇവിടുന്ന് ചെറിയ ഓട്ടം വിളിക്കുക നേരെ ആകാശത്തേക്ക്. അങ്ങനെ നിങ്ങൾ ദ്വാരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉത്തരം ലഭിക്കുന്നു. അങ്ങനെ അവർ പറഞ്ഞ പ്രകാരം ദ്വാരുന്നു മാത്രമല്ല, അപ്പൊ ഇജാബത്ത് ലഭിച്ചു, ശക്തമായ മഴ ലഭിച്ചു. പിൻകാലത്ത് ഈ കുബ്ബത് പോലെ നിർമ്മിക്കുമ്പോൾ അന്നത്തെ ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചൊരു സ്ഥലം എന്ന് നിൽക്കെന്തായി, അവിടെ ആ ഒരു കുബ്ബക്ക് അവിടെ എന്തായിട്ട് ഒരു ഇതിട്ടുന്നോ, ഏതിട്ട് സംഗതി ഇട്ടു. ഒന്നോ പറയാനും ഉത്തരം കിട്ടില്ല. ഓട്ടടച്ചു, ഞാൻ മലപ്പുറം. അപ്പൊ അതാണ് സംഭവം കേട്ടോ. ഇവിടെ നിൽക്കുമ്പോ ഒന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് കേൾക്കൂല. ഞാൻ പറഞ്ഞേ ആ കെട്ടുണ്ടല്ലോ എല്ലാരും, അതിനപ്പുറത്ത് ഒരു ഷീറ്റ് ഇട്ട് കാണുന്നത് ഒരിങ്ങനെ ഒരു മേൽക്കൂർ പോലെ കണ്ടില്ലേ? ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ മദീനത്താര്യം മരിച്ചിരുന്നു എന്ന് കേട്ടാൽ തങ്ങൾ എന്ത് ചെയ്യും, തങ്ങൾ അങ്ങോട്ട് പോയി അവരെ മയ്യത്ത് നിസ്കരിക്കാറായിരുന്നു പതിവ്. അങ്ങോട്ട് പോയിട്ട് തങ്ങൾ ജനാസ നിശ്ചയിക്കും. പിൻകാലത്ത് തങ്ങളുപ്പാപ്പ മരണം അങ്ങനെ പലതും കൂടിയപ്പോൾ തങ്ങളുപ്പാപ്പ പോകാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ അന്ന് കാലത്ത് സ്വഹാബത്തെല്ലാവരും മരിച്ചിരുന്ന മയ്യത്തിനെ കൊണ്ടുവന്ന് ഇവിടെ വെക്കും. തങ്ങൾ ജമാഅത്ത് ഞാൻ വന്ന് എന്ത് ചെയ്യും, ഇവിടെ നിസ്കരിക്കും. അങ്ങനെ പിൻകാലത്ത് പതിവ് വന്നു. അപ്പോൾ അന്ന് കാലത്ത് മരിച്ചിരുന്ന സ്വഹാബത്തിനെ വല്ലാത്തവരൊക്കെ വെച്ചിരുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലം. ഇപ്പോൾ എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇപ്പം മയ്യത്തുകൾ വന്ന് ജനാസ വന്നാൽ നേരത്തെ അവിടെ കൊണ്ടുപോയി സൂക്ഷിക്കും, പിന്നെ ജമാഅത്ത് നിസ്കാരം ഉണ്ടാവും. ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രക്രിയ അത് തന്നെ കേട്ടോ. ഇനി മറ്റേ അവിടെ 39 വാതിൽ കണ്ടങ്ങൾ കണ്ടല്ലേ, നിങ്ങൾ എല്ലാവരും കയറിയത് ആ വഴിക്കാൻ കണ്ടല്ലേ, എല്ലാവരും കയറിയതാ. നിങ്ങൾ കയറിയ വാതിലിന്റെ പേരാണ് ബാബു നിസാ. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ബാബു നിസായിലൂടെ നമ്മൾ കയറുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ആരംഭപ്പൂവിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് മനസ്സിലായി, ഫുള്ള് ഭാര്യമാർ മുഖേനയായിരുന്നു. അപ്പൊ അന്ന് കാലത്ത് ആരംഭപ്പൂവായി തങ്ങൾ ഹയാത്തുള്ള കാലത്ത് ഓരോ സ്ത്രീകൾ ഓരോ വിഷമം പറയാൻ വേണ്ടി വരും, പല ബുദ്ധിമുട്ടുകളും പറയാൻ. ബാബു നിസായിൽ നിന്നുകൊണ്ട് അതുവഴി കയറിക്കൊണ്ട് ആയിഷ ഉമ്മയോടാണ് വിഷമങ്ങൾ പറയാ. ആയിഷ ഉമ്മ ആരംഭപ്പൂവിനോട് പറഞ്ഞു കൊടുക്കും, ആരംഭപ്പൂ പരിഹാരം പറഞ്ഞു കൊടുക്കും. ഇതായിരുന്നു അന്നുണ്ടായ പ്രക്രിയ. അതുകൊണ്ടാണ് ആ വാതിലിന് ബാബു നിസാ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. തിരിഞ്ഞാ നഞ്ഞുപോരി. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി എന്നാണ് അസഹുൽ കുതുബി ബഅദൽ ഖുർആനി സ്വഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ
ഖുർആൻ കഴിഞ്ഞാൽ ഈ ഉലകത്തിൽ അതിനോളം വെല്ലുന്ന ഒരു കിതാബില്ല. അത് സുന്നി മുജാഹിദ് എല്ലാവരും അംഗീകരിക്കും. മറ്റു കിതാബൊക്കെ എന്താണ് ചില അംഗീകരിക്കാത്തൊക്കെ ഉണ്ടാവും. ബുഖാരി എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരിക്ക് ഇത്ര വലിയ മഹത്വം ഉണ്ടാകാൻ കാരണം? ഇമാം ബുഖാരി തങ്ങൾ ഉപ്പാപ്പയുടെ ഉപ്പ മഹാനവറുകൾ വലിയ ആലിമായിരുന്നു, ധനികനുമായിരുന്നു. ഇമാം ബുഖാരി തങ്ങൾ ഉപ്പാപ്പയുടെ ഉപ്പയുടെ കാലശേഷം ആ സമ്പത്ത് മുഴുവൻ ലഭിച്ചത് ഇമാം ബുഖാരി തങ്ങൾ ഉപ്പാപ്പാക്കാം. ബുഖാരി തങ്ങൾ ഉപ്പാപ്പ ആ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചെന്തിനാ അറിയോ? ആകെ ഇൽമ് പഠിക്കാനും അതുപോലെ തന്നെ ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ എവിടെയൊക്കെ ഉണ്ടോ അന്വേഷിച്ചു പോയിട്ട് ആ നാട്ടിലൊക്കെ പോകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഹദീസ് ഉണ്ട് അറിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ ഹദീസ് ഉണ്ട് മനസ്സിലാക്കി? ഹദീസ് എന്ന് പറഞ്ഞാൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ.